ഈയിടെയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പീക്കുന്ന ഒരു 10% കറക്ഷൻ അല്ലെങ്കിൽ ഇറങ്ങുകയുണ്ടായി. ഈ ഒരു ന്യൂസിന് മീഡിയയിലൊക്കെ ബ്ലഡ് ബാത്ത്, ഈ സൂചിക വമ്പൻ ഇടിവ്, ലക്ഷക്കണക്കിന് കോടികളുടെ നഷ്ടം എന്നൊക്കെ പറഞ്ഞ ഒരു സെൻസേഷണലൈസ് ചെയ്ത് മീഡിയയിൽ നമ്മളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഇത് കാണുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനും ഭയങ്കര ടെൻഷനായി. എന്താണ് ഇത്, പ്രശ്നമാണോ, ഇറങ്ങി പോവോ, നഷ്ടം വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു 10% കറക്ഷൻ എന്നൊക്കെ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞാൽ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് എവറി ഇയർ ഇത് സംഭവിച്ചിട്ടുണ്ട്. 10 അല്ല, ചിലപ്പോൾ ഇതിൽ കൂടുതലും കറക്ഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. 2, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഷോർട്ട് ടേം വോളറ്റിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവാണ്. ശരിയാണ്. അപ്പോൾ ഈ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റൂലോ. അതാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ SIP ചെയ്തുകൊണ്ടിരിക്കുക, ഈ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്തും കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? താഴെ പോകുന്ന ലെവലിലും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ പിന്നീട് മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ നമുക്ക് നല്ല ലാഭമായി മാറുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 3ാമതായിട്ട്, അങ്ങനെ വലിയൊരു മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് കുറച്ച് സംഖ്യ ഉണ്ടെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യാം, വിൽക്കാതെ. തിരിച്ച് എന്തായാലും മാർക്കറ്റ് കയറും. ആ സമയത്ത് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവസാനം പൈസ ഉണ്ടാക്കുന്നത്.